നമസ്കാരം ഗുരുജി. നമസ്കാരം. ഇന്ന് നമ്മൾ ബ്രഹ്മലോകത്താണ്. അതെ. ബ്രഹ്മദേവന്റെ സന്നിധിയിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത്, അങ്ങയുടെ വരവ് ഉണ്ടാകുമ്പോൾ ഇവിടെ സ്പെഷ്യൽ പൂജകൾ നടക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങ് പോയി കഴിഞ്ഞിട്ടാണ് ഭക്തന്മാർക്ക് അറിയണത് ഇങ്ങനെ പൂജ ഉണ്ടായിരുന്നു, അങ്ങ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് അത് പറയുന്നുണ്ട്. അങ്ങയുടെ വരവ് അറിഞ്ഞ വലിയ ഉപകാരമായി. ആ സ്പെഷ്യൽ പൂജയിലും പങ്കെടുക്കാമായിരുന്നു എന്നുള്ളത്. അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഭക്തന്മാർക്ക് പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്? അതാണ് ഇന്ന് ചോദ്യം. ശരി, വളരെ സന്തോഷം. ഇതെന്നോടും പല ഭക്തരും ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ എപ്പോഴാണ് വരുന്നത്, അറിയിക്കാമോ? അറിയാമല്ലോ, എനിക്ക് അങ്ങനെ വരുന്നത് അറിയിക്കാനൊക്കെ വലിയ പാടാണ്. ഞാൻ പെട്ടെന്നാണ് തീരുമാനിക്കുന്നത് തന്നെ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞെങ്കിലേ ഇവിടെ വന്നു എന്ന് സ്ഥിരമാകത്തുള്ളൂ. കാര്യം ഞാൻ പല കാര്യങ്ങളും കൊണ്ട് പോകുന്ന ആളാണ്. മനസ്സിലായി. ഇവിടെ വന്നാൽ ഞാനിപ്പോൾ ഇവിടെയുള്ള നമ്മുടെ SK പാട്ടീൽ സാർ അങ്ങനെയുള്ള അവരോട് ഞാൻ പറയാം, ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് എല്ലാവരെയും അറിയിക്കുക. ഞാനിവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാലും 1-2 ദിവസം ഞാനിവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സാധാരണഗതി ഞാനിവിടെ വൈകുന്നേരം വന്നാൽ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും എൻ്റെ പ്രെയർ ഉള്ളത്. രാവിലെ ഞാനിവിടെ തന്നെ എൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് പൂ പറിച്ച് രാവിലെ ഒരു 6 മണിക്ക് ഞാൻ തുടങ്ങും പൂ പറിക്കൽ. 6 മണിക്ക് തുടങ്ങി ഒരു 8:45 തീരും. കുളിച്ച് വന്ന് പ്രെയർ തുടങ്ങും. അതൊരു 1-2 മണിക്കൂർ ഉണ്ടാവും. ഏകദേശം നമുക്ക് എത്ര മണി മുതൽ എത്ര മണി വരെയാണ്? 9 മണി മുതൽ ഒരു 11 മണി വരെ. അതാണ് നോർമൽ ടൈം, പ്രയറിന്റെ ടൈം അതാണ്. അപ്പോൾ അത് എല്ലാവർക്കും പലർക്കും കാണുന്ന നല്ലതാണ്. അതിന് പ്രയറിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്നവർക്കെല്ലാം അറിയാം. നമ്മുടെ സ്വന്തം കൈകൾ കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ഓരോ പ്രതിഷ്ഠകളും നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണ്. അത് തന്നെ വളരെ കഠിന വ്രതമെടുത്ത് തപസ് എന്ന് തന്നെയാണ് അതിന്റെ പേര്. മാസങ്ങളോളം തപസ് ചെയ്ത് നമ്മൾ ശക്തി ആർജിക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ ശക്തി ആർജിച്ച് തന്നെയാണ് ഓരോ പ്രതിഷ്ഠകളും ഇവിടെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. പലർക്കും അതിൽ പോലും സംശയമുണ്ട്, എന്താണ് ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. സത്യം, പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് പ്രതിഷ്ഠ നടത്തുന്ന ആചാര്യൻ, ഒരു ആചാര്യൻ വേണമല്ലോ. ആ ആചാര്യൻ വ്രതത്തിൽ കൂടെയേ അത് സാധിക്കത്തുള്ളൂ. വേറെ മാർഗമില്ല, പെട്ടെന്ന് മാർഗമൊന്നും അതിനില്ല. നമ്മുടെ വ്രതം, നമ്മൾ തപസ്സെന്ന് പണ്ട് പോലെ പറയുന്നത് പോലെ നമ്മൾ നമുക്കിഷ്ടമുള്ള പലതും നമ്മൾ ചെയ്യിക്കുന്നു, വേണ്ട എന്ന് വെക്കുന്നു. അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ശക്തി ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ പ്ലഷറിൻ്റെ പുറകെ അങ്ങ് പോകും, സന്തോഷം, പ്ലഷർ, അതിൻ്റെ പുറകെ അങ്ങ് പോയിട്ടെല്ലാം. അപ്പം നമുക്ക് ഈ ഒരു ശക്തി നമുക്ക് അറിയിക്കാൻ പറ്റില്ല. അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഒരേ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. എന്നിട്ടാണ് നമുക്ക് ആ ശക്തി ആർജിക്കുന്നത്. അപ്പം നമുക്കെല്ലാം അറിയാമല്ലോ, നമ്മൾ അമ്പലത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ഇരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു കല്ലാണ്. അതെ, ഒരു കല്ല്, ഒരു പ്രതിമ. അതെ, ഈ പ്രതിമ ആകുന്നതിന് മുമ്പ് ഇതൊരു വെറും ഒരു കല്ലായിരുന്നു. അതെ, ആ കല്ല് ശില്പി കൊത്തി ഒരു പ്രതിമയാക്കി നമുക്ക് വേണ്ടുന്ന രൂപം, ശിവദേവനോ വിഷ്ണുദേവനോ ബ്രഹ്മദേവനോ ദേവിയോ അവരുടെ ആരുടെയെങ്കിലും ഒരു രൂപമാക്കി നമുക്ക് തരികയാണ്. അപ്പോഴും അത് ദൈവമല്ല, ദൈവമായിട്ട് നമ്മൾ അതിനെ ആരാധിക്കുന്നില്ല. അപ്പോഴും അതൊരു കല്ലാണ്. ആ പ്രതിമ നമ്മൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് അതിൽ പ്രാണൻ അർപ്പിക്കുക എന്ന് പറയുന്നത് അത് തന്നെ നമ്മൾ അറിയണം. പ്രാണൻ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ആചാര്യൻ പ്രപഞ്ചശക്തിയെ ആവാഹിച്ച് ഇതിൽ ഉൾക്കൊള്ളുക. ഈ വിഗ്രഹത്തിൽ, ഈ കല്ലിൽ. അപ്പോഴാണ് അതിന് ഒരു പ്രത്യേകത ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അത് എപ്പോഴും ഒരു വെറും കല്ലായിട്ടിരിക്കുകയാണ്. അപ്പം ശരിയായിട്ടും ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ ഇതെല്ലാം ആർജിച്ചിട്ട് പ്രാണപ്രതിഷ്ഠ നടത്തിയാൽ അതൊരു കാലത്തും അവിടെ നിന്ന് ആ പ്രാണൻ വിട്ടുപോകാൻ ഒക്കത്തില്ല. ആ പ്രാണൻ എന്ന് പറയുന്നത് പ്രപഞ്ച പ്രാണനാണ്. നമ്മൾ പറയത്തില്ലേ പരമാത്മാവ്, നമ്മുടെ ഇതിൽ ബ്രഹ്മാവും. അതാണ് നമ്മുടെ വിശ്വാസത്തിൽ. ആ ദൈവത്തെ അതിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് ഈ ആചാര്യൻ. അപ്പോൾ ഇവിടുത്തെ എല്ലാ പ്രതിഷ്ഠകളും നമ്മൾ സ്വന്തമായി ചെയ്തതുകൊണ്ട് ഞാൻ വരുമ്പോഴത്തെ എൻ്റെ ആ ഒരു പ്രയറുണ്ട്. ഞാനിവിടെ നോർമലി ഒരാഴ്ച 10 ദിവസം അല്ലെങ്കിൽ 1 മാസം താമസിച്ചാലും പിന്നെ ഞാൻ അമ്പലത്തിൽ കയറി നോർമലി ഞാൻ പ്രേ ചെയ്യാറില്ല. ഡെയിലി അപ്പോൾ ഇതുണ്ടാവില്ല? ഇല്ല. ഞാൻ ചിലപ്പോൾ എനിക്ക് വെളുപ്പാൻ കാലത്ത് എനിക്ക് തോന്നുകയാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ വന്നൊന്ന് പ്രേ ചെയ്യണം. ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ. ആ പ്രയറും ഇതുപോലെ തന്നെയാണ്. ഇതുപോലെ തന്നെ. അല്ല, അത് പൂർവ്വിക്കാൻ നടക്കത്തില്ല. അപ്പം ഇല്ലാതെ തന്നെയാണ്. ഇല്ല, അതെനിക്ക് തോന്നിയാൽ. പക്ഷേ മണിക്കൂർ തന്നെ എടുക്കും. ഇത്രയും നേരം 2 മണിക്കൂർ എടുക്കും.
അതായത് ആ ഫസ്റ്റ് പ്രാർത്ഥന പോലെ തന്നെ ഇവിടെ ഈ പുറത്ത് എല്ലായിടത്തും പോയി അത് ചെയ്യും. അതല്ലെങ്കിൽ ഞാൻ സാധാരണഗതി ഞാൻ അമ്പലത്തിൽ കയറി അങ്ങനെ ഞാൻ അമ്പലത്തിൽ ഞാൻ കയറാറില്ല, കയറി പ്രാർത്ഥിക്കാറില്ല. കാര്യം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാര്യം അത് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ എനിക്ക് കാണാൻ പറ്റും ആ ദൈവിക ചൈതന്യം ഓരോ ഇതിലും. ഇപ്പം ഞാൻ ആൽമരത്തിൻ്റെ അവിടെ ചെന്നാൽ അത് ദൈവമായിട്ട് എനിക്കതിനെ കാണാൻ പറ്റും. മറ്റുള്ളവർക്ക് അത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷെങ്കിൽ ശരിയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ കാണാമെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല രീതിയിൽ ഭക്തി അർപ്പിച്ച് അത് കൂടെ നിന്ന് വേറെ ഇവിടെ വരുന്നവരൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലരൊക്കെ ഫോൺ എടുക്കും, ഇടയ്ക്ക് ഫോൺ ചെയ്യും. അതൊന്നും പറ്റത്തില്ല, അതൊന്നും പാടില്ല. ഒരിക്കലും ഒരു കാരണവശാലും അതൊന്നും പാടില്ല. ഒരു കാര്യം ചെയ്താൽ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം, എങ്കിലേ നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്താൽ എല്ലാവർക്കും അത് ഫീൽ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇത് കാര്യം ക്ലിയറായോ? ക്ലിയറാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എപ്പോൾ ചോദിച്ചാലും ഞാൻ ഇപ്പോൾ ക്ലിയർ ആണ്. അതായത് താങ്കൾ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഗുരു എല്ലാവരും ആ രീതിയിൽ പ്രാർത്ഥിക്കാൻ ഒരു ഗൈഡൻസ് തരികയാണ്. ഇപ്പൊ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഒരു ഗുരുസ്വാമി വേണം എന്ന് പറയണ പോലെ അങ്ങ് ഒരു ഗൈഡൻസ്. വളരെ നന്ദി ഗുരുജി, ക്ലിയർ ആണ്.